കനത്ത മഴയിൽ തൊടുപുഴ നഗരത്തിലെ റോഡിൽ വെള്ളം കയറി. മഴ ശക്തമായി തുടരുന്നതിനാൽ കടകളിലും വെള്ളം കയറാൻ സാധ്യതയുണ്ട്. മങ്ങാട്ടുകവലയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, തൊടുപുഴയിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? മഴ പെയ്താൽ വെള്ളക്കെട്ട് സാധാരണയായി ഉണ്ടാകാറുള്ളതാണോ? മാധു, കഴിഞ്ഞ വർഷമൊന്നും തൊടുപുഴയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണയാണ് ഈ ചെറിയൊരു മഴ പെയ്താൽ പോലും കടകളിലും മങ്ങാട്ടുകലയിലടക്കം വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ആദം സ്റ്റോർ ജംഗ്ഷനിലാണ് അല്പസമയം മുമ്പ് വലിയ രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ മഴ, ഏതാണ്ട് ഒരു അരമണിക്കൂർ അതിശക്തമായ മഴയായിരുന്നു തൊടുപുഴ മേഖലകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനിടയിലാണ് ആദം സ്റ്റോർ ജംഗ്ഷനിൽ തുടർച്ചയായി വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നത്. ആ ജംഗ്ഷനിലെ കടകളിലെല്ലാം തന്നെ വെള്ളം കയറുകയും ചെയ്തു. ആളുകൾ താൽക്കാലികമായി ഇപ്പോൾ കടകൾ അടച്ചിട്ടിരിക്കുകയാണ്. അവിടുത്തെ വ്യാപാരികൾ പറയുന്നത് കഴിഞ്ഞ കാലത്ത് ഒരു 2 മാസം മുമ്പ് വാട്ടർ അതോറിറ്റി അവിടെ കുഴിച്ചിരുന്നു, ഈ പൈപ്പിടാൻ വേണ്ടി കുഴി കുഴിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ വെള്ളക്കെട്ട് അതിരൂക്ഷമായിരിക്കുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും നഗരസഭയ്ക്ക് ഇവിടുത്തെ വ്യാപാരികൾ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. തൊടുപുഴയിൽ നിന്ന് മൂവാറ്റുപുഴയിലേക്ക് പോകുന്ന പ്രധാന റോഡിലാണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുകയും ചെയ്തത്. വലിയ ബസ്സുകൾ മാത്രമാണ് അല്പനേരത്തേക്ക് അതിലൂടെ കടന്നു പോവുകയും ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഇപ്പോൾ മലയോര മേഖലകളിൽ മഴ ശക്തമാകുന്നു എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. ലോ റേഞ്ചിൽ കൂടാതെ മലയോര മേഖലയിലും ഹൈ റേഞ്ചിലും മഴ ശക്തമാകുന്നുണ്ട്. പല മേഖലകളിലും ശക്തമായിട്ടുള്ള കാറ്റും വീശുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും മഴ ശക്തമായിട്ടുള്ള സാഹചര്യത്തിൽ മലയോര മേഖലയിലൂടെയുള്ള യാത്രകൾക്ക് അതീവ ജാഗ്രത വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ദേശീയപാത നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന നേരുമംഗലം മുതൽ മൂന്നാർ വരെയുള്ള പാതകളിൽ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് രാത്രികാല ഗതാഗതത്തിലൂടെ അല്ലെങ്കിൽ രാത്രികാല യാത്ര നടത്തുന്ന വിനോദസഞ്ചാരികളും ജാഗ്രത പാലിക്കണം. പലയിടങ്ങളിലും മരം കടപുഴകി വീഴാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് വാഹനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വേഗത കുറച്ചൊക്കെ യാത്ര ചെയ്യണം എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുകയും ചെയ്യുന്നത്. മാധു, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. തൊടുപുഴ നഗരത്തിലെ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ്. ഇനിയും മഴ തുടർന്നാൽ കടകളിലേക്ക് വെള്ളം കയറുമെന്ന ആശങ്കയിലാണ് അവിടെയുള്ള വ്യാപാരികൾ.